ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവിയാണ്. മതത്തിന്റെ പേരിൽ നാട്ടിൽ കുറെ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയ ശേഷം ഗൾഫിലേക്ക് പോകേണ്ടി വരുന്ന നായകൻ അവിടെ മരുഭൂമിയിൽ ഒരു പാകിസ്ഥാൻകാരന്റെ കൂടെ ആ നായകൻ പെട്ടുപോവുകയാണ്. നാട്ടിലൊരു പണിക്കും പോകാത്ത അവൻ ആ മരുഭൂമിയിൽ അയാളുടെ കൂടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നുവെന്നും അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു മൂവിയുടെ ഇതിവൃത്തം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ഒരു ബസ്സാണ്. അതിൽ നമ്മുടെ നായകനായ ഗോപി ഇരിപ്പുണ്ട്. ഇതുവരെ ഇവിടെങ്ങും കാണാത്ത ആളെ കണ്ടപ്പോൾ ബസ്സിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു ഡൗട്ട് തോന്നുന്നു. അതിലൊരാൾ വന്നിട്ട് ഗോപിയോട് താൻ ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഗോപി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്ത് അയാളെ കാണിക്കുന്നു. അവിടെ നിന്നും കഥ പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് മുൻപ് അവന്റെ നാട്ടിലാണ്. ഗോപിയുടെ അമ്മ സുമയെയും അയൽവക്കത്തുള്ള ഐഷുമേനും കാണിക്കുന്നു. ഗോപി ആകട്ടെ ജോലിക്കൊന്നും തന്നെ പോകില്ലായിരുന്നു. അവന്റെ അമ്മയും അനിയത്തിയും ജോലി ചെയ്തുകൊണ്ടുവരുന്ന കാശിനാണ് ആ കുടുംബം കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. ഗോപിയുടെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായിരുന്നു. നാട്ടിലെ കൊച്ചുകുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിച്ച് നടക്കുകയും പാർട്ടിക്കാരുടെ കൂടെ അനൗൺസ്മെന്റിന് പോവുകയൊക്കെയായിരുന്നു അവന്റെ പണി. അവന്റെ ഉറ്റ സുഹൃത്തായ മൽഘോഷും അവനെ പോലെ പണിയൊന്നും എടുക്കാതെ നടക്കുകയാണ്. അവന് 2 അമ്മാവന്മാരുണ്ട്. അതിലൊരാളുടെ പേര് മുരളി എന്നായിരുന്നു. ബാങ്കിലാണ് ജോലി. ഇവരുടെ വീടും പറമ്പിന്റെ ആധാരം പോലും ബാങ്കിലായിരുന്നു. ഗോപിയുടെ സഹോദരി വൈഷ്ണവിയാകട്ടെ നാട്ടിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആഷിക് എന്നൊരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. അതിതുവരെ മറ്റാർക്കും തന്നെ അറിയില്ല. മൽഘോഷിന്റെ അച്ഛന്റെ കയ്യിലാകട്ടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അവൻ അച്ഛനോട് ബൈക്ക് ചോദിക്കുമായിരുന്നെങ്കിലും അയാൾ അവന് ബൈക്ക് ഒരു തവണ പോലും ഓടിക്കാൻ കൊടുത്തിരുന്നില്ല. അതിന്റെ ദേഷ്യം അവൻ എപ്പോഴും കാണിച്ചിരുന്നു. മുരളിയല്ലാതെ ഗോപിക്ക് മറ്റൊരു അമ്മാവൻ കൂടി ഉണ്ടായിരുന്നു. ഗൾഫിൽ ജോലി ചെയ്യുന്ന അയാളാകട്ടെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ സുമയെ കാണാൻ വന്നു. ഗോപിക്കൊരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെന്തായെന്ന് ചോദിക്കുന്നു. അവനോടൊരു സർട്ടിഫിക്കറ്റ് അയച്ചിടാൻ പറഞ്ഞിട്ട് അവൻ അതുപോലും ചെയ്തില്ല. അവന് ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല. ചേച്ചിയതുകൊണ്ട് അവന്റെ കാര്യം വിട്ടേക്കാൻ അയാൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകൻ ഗോപിയാണ്. ഏതോ പാർട്ടി പരിപാടിക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് അവൻ ബസ്സിൽ വന്നിറങ്ങാൻ നേരത്ത് ബസ്സിലുണ്ടായിരുന്ന കൊച്ചുകുട്ടികളുമായിട്ട് അവൻ അടിയുണ്ടാക്കുന്നുണ്ട്. അവന്റെ കൂട്ടുകാരൻ മൽഘോഷ് അവനെ സൈക്കിളിൽ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പോകുന്ന വഴി തന്നെ പല ആൾക്കാരും ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിന് അവരെ വഴക്ക് പറയുന്നുണ്ട്. 2 പേരുടെ കയ്യിലും ചായ കുടിക്കാൻ പോലും കാശില്ലായിരുന്നു. അതിനിടെ മൽഘോഷ് പറയുന്നുണ്ട് ഗോപി സ്ഥിരമായിട്ട് വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണ എന്ന പെൺകുട്ടിയാകട്ടെ ഇവരുടെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരന്റെ പുതിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC കോച്ചിങ്ങിന് ചേർന്നുവെന്ന്. അങ്ങനെ കൃഷ്ണയെ പറ്റി സംസാരിച്ചുകൊണ്ട് അവർ നേരെ പോകുന്നത് നേരത്തെ ഗോപി വഴക്കുണ്ടാക്കിയ ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക്. പണ്ട് ഗോപിയും മൽഘോഷും ഒക്കെ പഠിച്ച സ്കൂൾ തന്നെയായിരുന്നു അത്. അവിടെ പോയി പിള്ളേരുമായിട്ട് ഇവർ വഴക്കുണ്ടാക്കുന്നു. അതേ സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന ജോലിയും ഗോപിയുടെ അമ്മ സുമയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എല്ലാവരും അവനെ ജോലിക്ക് പോകാത്തതിന്റെ പേരിൽ കളിയാക്കാൻ തുടങ്ങിയിരുന്നു. വീട്ടിലെത്തി ഫ്രഷ് ആയ ശേഷം അവൻ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. എന്നാൽ അവൻ നേരെ പോകുന്നത് കൃഷ്ണ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ താഴേക്കായിരുന്നു. അവിടെ നിന്ന് കൃഷ്ണ കൃഷ്ണ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് അവളെ പുറത്തിറക്കുന്നു. നിരന്തരമായിട്ടുള്ള അവന്റെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ കൃഷ്ണ വന്ന് അവനോട് പറയുന്നുണ്ട് ചേട്ടന്റെ പകുതി പ്രായം മാത്രമേ എനിക്കുള്ളൂ എന്നും കല്യാണ പ്രായം ആയിട്ടില്ല എന്നും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുതെന്നും. ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് തന്നെ പല പാർട്ടിക്കാർക്കിടയിലും പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നതിനടുത്തായിട്ടായിരുന്നു ഗോപിയും സുഹൃത്തുക്കളും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. ഗോപി അടിച്ച ബാള് പോയി അവരുടെ ഓഫീസിന്റെ ചില്ല് പൊട്ടിച്ചതിന്റെ പേരിൽ ആ 2 പാർട്ടിക്കാരും തമ്മിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സുമയാകട്ടെ ഐഷമ്മയുടെ വീട്ടിൽ നിന്ന് ഗോപിയെ പറ്റിയുള്ള സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഐഷമ്മയുടെ മകൻ ഷമീർ ആകട്ടെ കുറെ നാളായിട്ട് പുറത്താണ്. ഗോപിയെ പോലെ ഇങ്ങനെ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കാതെ ഷമീറെങ്കിലും പുറത്തുപോയി ജോലി ചെയ്യാൻ തുടങ്ങിയത് നന്നായി എന്ന് സുമ പറയുന്നു. അടിയുണ്ടാക്കിയതിന്റെ പേരിൽ 2 പാർട്ടിക്കാരും സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നു. ഒരു വിധത്തിൽ ആ ഇഷ്യൂ ഒക്കെ സോൾവ് ആക്കി അവർ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളായിരുന്നു. പാർട്ടി പ്രവർത്തനമായിട്ട് തിരക്കിലായിരുന്നു ഗോപി. അതേ ടൈമിൽ തന്നെ ക്രിക്കറ്റും നടക്കുന്നുണ്ടായിരുന്നു. അവൻ എല്ലാ മാച്ചും മുടങ്ങാതെ കണ്ടിരുന്നു. ഒടുവിൽ ഗോപിയുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിൽ ഇന്ത്യ തോൽക്കുകയും ചെയ്യുന്നു. ഗോപി ഉൾപ്പെടെ സുഹൃത്തുക്കളെല്ലാം തന്നെ നല്ല വിഷമത്തിലായിരുന്നു. പാകിസ്ഥാൻ ജയിച്ച അന്നേ ദിവസം തന്നെ സ്ഥലത്തെ ഒരു മുസ്ലിം ഫാമിലിയിലെ കുട്ടികളാകട്ടെ പടക്കം പൊട്ടിക്കുന്ന കണ്ടിട്ട് മറ്റുള്ളവരെല്ലാം തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. കുട്ടികളെ കൊണ്ട് ഫാമിലിയിലുള്ളവർ മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇഷ്യൂ തുടങ്ങിയത്. വിഷയം അറിഞ്ഞ മൽഘോഷ് ആകട്ടെ വീട്ടിലിരുന്ന അച്ഛന്റെ ബൈക്ക് അച്ഛൻ കാണാതെ എടുത്തുകൊണ്ട് നേരെ ഗോപിയുടെ വീട്ടിലേക്ക് വരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഗോപിയെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി നേരത്തെ പ്രശ്നമുണ്ടായ സ്ഥലത്തേക്ക് പോവുകയാണ് അവൻ. പാകിസ്ഥാൻ ജയിച്ചതിന് പടക്കം പൊട്ടിച്ചവന്മാരെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ കയ്യിൽ ഒരു പെട്രോൾ കുപ്പിയും കരുതിയിരുന്നു. അവനത് കത്തിച്ച് അവരുടെ വീട്ടിലേക്ക് എറിയാനുള്ള ശ്രമത്തിലായിരുന്നു. ഗോപി അത് തടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ കേൾക്കാതെ മൽഘോഷ് അത് കത്തിച്ച് അവിടേക്ക് എറിയുന്നു. അവിടെ കൂടി നിന്നിരുന്ന ആൾക്കാരുടെ ദേഹത്തൊക്കെ തീ പടരുന്നുണ്ട്. സംഭവം കൈവിട്ടുപോയെന്ന് മനസ്സിലായതോടുകൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്ത് ബൈക്ക് സ്റ്റാർട്ടായില്ല. വേറെ വഴിയില്ലാതെ ബൈക്ക് അവിടെ തന്നെ ഇട്ടിട്ട് 2 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. 2 സമുദായക്കാർ തമ്മിലുള്ള ഇഷ്യൂ ആയിട്ട് ഇത് മാറുകയും അവസാനം അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ബൈക്ക് കണ്ടെത്തിയ കാരണം അതിന്റെ ഉടമയായ മൽഘോഷിന്റെ അച്ഛനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നു. മൽഘോഷും ഗോപിയും ഒളിവിലായിരുന്നു. നാട്ടിലെങ്ങും ഇതിന്റെ പേരിൽ കലാപം ആരംഭിക്കാൻ തുടങ്ങി. കേന്ദ്രത്തിൽ നിന്നും നിരോധനാജ്ഞ വരെ ഈ നാട്ടിൽ പ്രഖ്യാപിക്കുന്നു. സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി
ഇടയ്ക്ക് പോലീസുകാർ ആ കുട്ടികളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് പടക്കം പൊട്ടിച്ചതെന്ന്. ആ സമയത്ത് അവിടേക്ക് ഒരാൾ കടന്നു വരികയും തന്റെ മകനാണ് അവർക്ക് പടക്കം കൊടുത്തതെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ പ്രശ്നമുണ്ടാക്കിയ രണ്ട് പാർട്ടികളെയും വിളിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ കളക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകന് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആള് വാങ്ങിക്കൊടുത്തതായിരുന്നു ആ പടക്കങ്ങൾ. അന്ന് ഉച്ചയ്ക്ക് ശേഷം അയാളുടെ അമ്മ മരിച്ച കാരണം ആഘോഷങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചു. അതിന്റെ പിറ്റേ ദിവസമാണ് ജയകൃഷ്ണന്റെ 12 വയസ്സുള്ള മകൻ അവന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ സമതിന്റെ മക്കൾക്ക് ഈ പടക്കം കൊടുക്കുന്നത്. അവർക്കിടയിൽ മതമോ വിദ്വേഷമോ ഒന്നും തന്നെയില്ല. അവരുടെ സന്തോഷത്തിന് അവർ പടക്കം പൊട്ടിച്ചു എന്നല്ലാതെ അവർക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ കളി തോറ്റേന്റെയും ജയിച്ചതിന്റെ പേരിലുള്ള ഇഷ്യൂസോ ഒന്നും തന്നെ അറിയില്ല. അവരുടെ ഉള്ളിൽ മതത്തിന്റെയും പാർട്ടിയുടെയും പേരിൽ ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മുടെ ഉള്ളിലായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. കളക്ടർ അതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും രണ്ട് പാർട്ടിക്കാരും വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി ആ രണ്ട് പാർട്ടിക്കാരുടെയും തലവന്മാരെ പിടിച്ചിട്ട് കളക്ടർ ഓരോ അടി കൊടുക്കുന്നു. അതോടുകൂടി അവരുടെ അഹങ്കാരം അങ്ങ് തീരുന്നു. പക്ഷെ എന്നാൽ പോലും ഗോപിയോടും മൽഘോഷിനോടുമുള്ള ദേഷ്യം അവരുടെ ഉള്ളിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഗോപിയാകട്ടെ മുരളിയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സുമ അവിടെ വന്ന് അവനെ വഴക്ക് പറയുന്നുണ്ട്. അവൻ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മുരളി പറയുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവരവനെ തമിഴ്നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. മൽഘോഷിനെ കൂടെ വിളിക്കട്ടെ എന്ന് അവൻ ചോദിച്ചെങ്കിലും അവരാരും അതിന് സമ്മതിക്കുന്നില്ല. മൽഘോഷ് ആകട്ടെ മറ്റൊരിടത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്നു. എന്നാൽ അന്ന് രാത്രി അവനെ കുറച്ച് ആൾക്കാർ കയറി വെട്ടുന്നുണ്ട്. ആ സംഭവം തമിഴ്നാട്ടിലെ ലോഡ്ജിൽ ഒളിച്ചു താമസിച്ചുകൊണ്ടിരുന്ന ഗോപിയെ മുരളി വിളിച്ച് പറയുന്നുണ്ട്. ഫോണൊക്കെ ഓഫാക്കി വെക്കാനും പറയുന്നു. ആ ടൈമിൽ തന്നെ അവനെ അവന്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന അമ്മാവൻ വിളിക്കുകയും നിനക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും വിസയും എല്ലാം തന്നെ ഞാൻ അയച്ചു തരാമെന്നും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കയറി വരാനും പറയുന്നു. ഇവിടെ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഗോപി നാട് വിട്ട് ഗൾഫിലേക്ക് പോവുകയാണ്. അവൻ ഫ്ലൈറ്റ് ഇറങ്ങി ചെക്കിംഗ് ഏരിയയിൽ നിൽക്കുമ്പോഴാകട്ടെ അവിടെ ന്യൂസിലെങ്ങും തന്നെ ചൈനയിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ പറ്റിയുള്ള വാർത്തകളായിരുന്നു. എയർപോർട്ട് സ്റ്റാഫിനെല്ലാം തന്നെ അവിടെ അപ്പോൾ മാസ്ക് വിതരണം ചെയ്യുന്നുണ്ട്. തെർമൽ സ്കാനിങ്ങും ആരംഭിച്ചിരുന്നു. അവന്റെ അതേ സെയിം ബാഗുള്ള ഒരാളെ കണ്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും സെയിം ബാഗാണല്ലോ എന്ന് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അവനെ വിളിച്ചുകൊണ്ടു പോകാൻ ഒരാൾ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവന്റെ പേരെഴുതി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് മോമോ എന്നാണ്. അവനൊരു സുഡാനിയായിരുന്നു. മോമോ ഗോപിയും പിക്ക് ചെയ്തുകൊണ്ട് അവന്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. നല്ല ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ വണ്ടിയിൽ കിടന്നുറങ്ങുന്നു. അമ്മാവൻ തനിക്ക് വേണ്ടി നല്ല ഓഫീസ് ജോലിയാണ് നോക്കി വെച്ചിരിക്കുന്നതെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവനെ മോമോ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മരുഭൂമിയുടെ നടുക്കാണ്. അവിടെ എത്തിയതും അവന്റെ ലഗേജുകൾ ദൂരേക്ക് കൊണ്ടുപോയി അവൻ വെക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാതെ ഗോപി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നീ എന്തിനാ എന്റെ ലഗേജുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുന്നു. അവൻ ആ ലഗേജുകളുടെ അടുത്തേക്ക് എത്തിയതും മോമോ പറയുന്നുണ്ട് ഇതാണ് നിന്റെ ഓഫീസ് എന്നും ഇതാണ് നിന്റെ ജോലി സ്ഥലമെന്നും. അത്രയും പറഞ്ഞിട്ട് മോമോ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. താൻ പെട്ടു എന്ന് ഗോപിക്ക് മനസ്സിലായി. ഓഫീസ് എന്ന് പറഞ്ഞ മോമോ കാണിച്ച ആ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഗോപി തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ ആലപ്പറമ്പിൽ ഗോപി ഫ്രം ഇന്ത്യ എന്ന്. അയാൾ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്റെ പേര് ജലാൽ എന്നാണ്. ഞാൻ പാകിസ്ഥാനിൽ നിന്നാണെന്ന്. പാകിസ്ഥാൻ എന്ന് കേട്ടതും ഗോപി ഞെട്ടുന്നു. കാരണം ഓൾറെഡി നാട്ടില് അതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ് അവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതേസമയം കൊറോണ വൈറസിന്റെ പകർച്ച കൂടിയത് കാരണം നാട്ടിലെങ്ങും തന്നെ ലോക്ക്ഡൌൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ വെട്ടുകൊണ്ട് ഹോസ്പിറ്റലായ മൽഘോഷിന് ബോധം തെളിയുന്നതും കാണിക്കുന്നു. താനാകെ പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗോപിയാകട്ടെ അമ്മാവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. തനിക്കിവിടെ പറ്റില്ല എന്നും വണ്ടി അയക്കാനും പറയുന്നുണ്ട്. എന്നാൽ നിനക്ക് വേണ്ടി ശരിപ്പെടുത്തിയ ജോലി അതാണെന്നും നീ അവിടെ തന്നെ കഴിഞ്ഞേ പറ്റൂന്നും പറഞ്ഞിട്ട് അമ്മാവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അവൻ അവിടെ എത്തിയ വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അമ്മ വിളിച്ചെങ്കിലും അവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അമ്മയോട് പറയുന്നില്ല. തനിക്ക് നല്ല ജോലിയാണ്, നല്ല ഓഫീസാണ് കിട്ടിയിരിക്കുന്നതെന്ന് കള്ളം പറയുന്നു. കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ കാരണം തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അവനാകട്ടെ ജലാല് പറഞ്ഞ പ്രകാരം ആ പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കുന്നു. അവന് കിടക്കാനുള്ള റൂം അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് റൂമൊന്നും തന്നെ പറയാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ബാക്കി വർക്കേഴ്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജലാല് പറയുന്നുണ്ട് ഇവിടെ വർക്കേഴ്സ് ആയിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന്. ഞാനാണ് സൂപ്പർവൈസർ എന്നും നീ എന്റെ അണ്ടറിലാണ് ജോലി എടുക്കുന്നതെന്നും അയാൾ പറയുന്നു. അവർ രണ്ടുപേരെ കൂടാതെ ജലാൽ ഓമനിച്ചു വളർത്തുന്ന ഷേർഖാൻ എന്നൊരു പൂച്ചയും ആ വീട്ടിൽ താമസമുണ്ടായിരുന്നു. അയാൾ അവനൊരു ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കുടിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻകാരനായതുകൊണ്ട് തന്നെ ജലാലിനോട് അവൻ അധികം സംസാരിക്കാൻ പേടിയായിരുന്നു. വാഷ്റൂം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ ചെന്നെങ്കിലും അയാളുടെ ദേഷ്യത്തിലുള്ള നോട്ടം കണ്ടിട്ട് അവൻ തനിയെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു നല്ല വാതിൽ പോലും ഇല്ലാത്ത വൃത്തിഹീനമായ ഒരു ബാത്റൂമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ രാത്രിയിൽ വന്ന് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പം ആ പാത്രത്തിൽ ഒന്നും തന്നെ ആഹാരമില്ലായിരുന്നു. ജലാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തോടെ അവിടെ ഇരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ജലാലും വന്നിട്ട് ആ പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുന്നു. ആഹാരം എവിടെയെന്ന് അവനോട് ചോദിക്കുന്നു. നിങ്ങൾ എന്താ ഉണ്ടാക്കാൻ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. നിനക്ക് ആഹാരം വെച്ചു തരുന്നതല്ല എന്റെ പണിയെന്ന് അയാൾ പറയുന്നുണ്ട്. എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്നത് ചായയാണ്. അത് ഞാൻ ഒരാഴ്ച കഷ്ടപ്പെട്ടിട്ടാണ്
ഉണ്ടാക്കാൻ പഠിച്ചത്. അതുകൊണ്ട് നിനക്ക് കുറച്ച് സമയം തരും. 8 മണിയാകുമ്പോഴേക്കും എനിക്കും ചേർക്കാനുള്ള ആഹാരം ഇവിടെ വന്നിരിക്കണം. അയാളുടെ ആ ഭീഷണി കേട്ടിട്ട് അവൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെല്ലുന്നു. അവനും ആഹാരം ഒന്നും കുക്ക് ചെയ്യാൻ അറിയില്ല. എന്നാലും എന്തുണ്ടാക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന് അവനാകട്ടെ നേരെ അമ്മയെ ഫോൺ ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന മുട്ട കണ്ടിട്ട് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അമ്മയോട് ചോദിക്കുന്നു. അങ്ങനെ സുമ പറഞ്ഞ പ്രകാരം അവൻ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാം തന്നെ ജലാല് പെട്ടെന്നുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആഹാരം എല്ലാം ഉണ്ടാക്കി അയാളുടെ മുൻപിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നാൽ ആ കറി കഴിച്ചതും അയാൾ പുറത്തു പോയത് തുപ്പിക്കളയുന്നു. അത്രയ്ക്ക് മോശമായിരുന്നു ഗോപി ഉണ്ടാക്കിയ ഫുഡ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഗോപി തന്റെ റൂമിൽ ഉറങ്ങാൻ കിടക്കാൻ നേരം അയാൾ വന്ന് അവനെ വിളിക്കുന്നുണ്ട്. നീ എന്റെ കൂടെ എന്റെ റൂമിലേക്ക് വരാൻ പറയുന്നു. എന്തായാലും അയാളുടെ റൂമിൽ AC ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ആ റൂമിലേക്ക് ചെല്ലുന്നു. തലയിൽ പാവരിച്ച് കിടക്കാൻ നേരമാണ് അവൻ ശ്രദ്ധിക്കുന്നത് അയാൾ റൂമിന്റെ ഡോർ ആകട്ടെ താഴിട്ട് പൂട്ടുന്നുണ്ട്. അവൻ എന്തോ ഒരു പന്തികേട് തോന്നി. അയാൾ തന്നെ മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയ അവനാകട്ടെ എനിക്ക് പുറത്തു പോകണമെന്ന് പറയുന്നു. അയാളാകട്ടെ അയാളുടെ മേൽക്കുപ്പായം കൂടി ഊരിയതോടുകൂടി അവൻ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിന്റെയൊന്നും ചിന്ത ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കട്ടിലിൽ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. താൻ അയാളെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. കുറച്ചു കഴിയുമ്പോൾ അവനെ മൽഘോഷ് ഫോൺ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പാകിസ്ഥാനെ പറ്റിയെല്ലാം തന്നെ ഗോപി അവനോട് പറയുന്നുണ്ട്. അയാൾ വല്ല തീവ്രവാദിയോ ആയിരിക്കുമെന്നും നിന്നെ IS-ൽ കൊണ്ട് ചേർക്കുമെന്നും അയാളുടെ കയ്യിൽ ബോംബും തോക്കുമൊക്കെ ഉണ്ടായിരിക്കുമെന്നും അവൻ പറയുന്നു. ഗോപി അവിടേക്ക് പരിശോധിക്കുമ്പോൾ അയാളുടേതായിട്ടൊരു പെട്ടി മാത്രമാണ് കാണുന്നത്. എന്നാൽ അതും പൂട്ടിയിരിക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ തന്നെയായിരിക്കും ബോംബെന്ന് മൽഘോഷ് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ജലാല് ഗോപിയെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിക്കുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന മുതൽ അവിടെ ക്ലീൻ ചെയ്യുന്നതും അവിടുത്തെ ജോലി ചെയ്യുന്നതും എല്ലാം തന്നെ ഗോപിയായിരുന്നു. അതിനിടെ അവൻ ജലാലിന്റെ ആ പെട്ടി തുറക്കാൻ ശ്രമിച്ചപ്പോൾ ജലാല് വന്ന് അവനെ വഴക്ക് പറയുന്നുണ്ട്. അതിൽ തൊട്ട് പോകരുതെന്നും പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായിട്ട് കടന്നു പോകുന്നു. അവിടെ ഒട്ടകങ്ങളും ആടുകളും ചെറിയ കൃഷിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അതെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടെ എല്ലാം തന്നെ മൽഘോഷ് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അയാൾ തീവ്രവാദിയാണെന്നും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും. അങ്ങനെ ഒരു ദിവസം രാത്രി ജലാലിന്റെ തലയണ കീഴിൽ നിന്നും താക്കോലെടുത്തുകൊണ്ട് ആ റൂം തുറന്ന് അവൻ അവിടെ നിന്നും പുറത്തു കടക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കി ജലാലാകട്ടെ ഗോപിയെ കാണാതെ അവിടെ എല്ലാം തന്നെ വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒട്ടകങ്ങളെ വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 3 ഒട്ടകങ്ങളെ വാങ്ങുകയാണെങ്കിൽ എന്റെ കൂടെയുള്ള അടിമയെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് അയാൾ പറയുന്നു. അപ്പോഴാണ് ജലാല് കാണുന്നത് ആ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ഇയാൾ അടിമയെന്ന് പറഞ്ഞത് നമ്മുടെ ഗോപിയെ തന്നെയായിരുന്നു എന്ന്. വഴിയിൽ അബോധാവസ്ഥയിൽ കിടന്ന ഗോപിയെ അയാൾ എടുത്തുകൊണ്ട് വന്നതാണ്. രാത്രിയിൽ ഓടി ഓടി ക്ഷീണിച്ച് അവൻ എവിടെയോ ബോധം കെട്ട് വീണ്ടിരുന്നു. എന്നാൽ ഗോപി തന്റെ ജോലിക്കാരനാണെന്നും അവനോട് റൂമിലേക്ക് പോകാനും ജലാൽ ആവശ്യപ്പെടുന്നു. അവൻ റൂമിലേക്ക് പോയതും ആ ഒട്ടകം വിൽക്കാൻ വന്ന ആളും ജലാലും തമ്മിൽ വലിയ വഴക്കാകുന്നുണ്ട്. ഗോപി എന്റെ ആളാണെന്നും എന്റെ കയ്യിൽ നിന്ന് കാശിന് മാത്രമേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് തർക്കമായിരുന്നു. ഈ തർക്കം നടക്കുമ്പോൾ ഗോപിയാകട്ടെ അവസരം മുതലെടുത്ത് റൂമിൽ ചെന്ന് ജലാലിന്റെ പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന ജലാല് തെറ്റിദ്ധരിക്കുന്നുണ്ട് ഗോപി എന്തോ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന്. അങ്ങനെ അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവന് ചായ ഇട്ട് കൊടുത്ത ശേഷം മര്യാദയ്ക്ക് പോയി ജോലി എടുക്കാൻ അയാൾ പറയുന്നതാണ്. എന്നാൽ ചായക്ക് മധുരം കുറവാണെന്ന് അവൻ പറയുന്നുണ്ട്. അയാൾ വീണ്ടും കൊണ്ടുവന്ന് മധുരം ഇടുന്നു. എത്ര ഇട്ടിട്ടും അവന് മധുരം തോന്നുന്നില്ല. പെട്ടെന്നാണ് അവന്റെ കാര്യം മനസ്സിലാകുന്നത്. തനിക്ക് കൊറോണ പിടിപെട്ടു എന്ന് തോന്നുന്നു. കാരണം എയർപോർട്ടിൽ വെച്ചിട്ട് നിന്റെ എന്റെയും സെയിം ബാഗാണെന്ന് പറഞ്ഞ ഒരു ചൈനക്കാരനുമായിട്ട് അവൻ ഇടപഴകിയിരുന്നു. അയാൾ തുമ്മിയ കർച്ചീഫ് ആകട്ടെ താഴെ വീണപ്പോൾ അവനാണ് എടുത്തു കൊടുത്തത്. എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ചൈനയിലെ വുഹാനിൽ നിന്നാണെന്ന് അയാൾ പറയുകയും ചെയ്തു. അവന് കൊറോണ ഉണ്ടായിരുന്നിരിക്കാം, അത് തനിക്കും പകർന്നതാണെന്ന് ഗോപിക്ക് മനസ്സിലായി. അതേ ടൈമിൽ നാട്ടിലും കൊറോണ പടർന്നു പിടിച്ചിരിക്കുകയായിരുന്നു. ഗോപിയുടെ സഹോദരി വൈഷ്ണവിക്കും കൊറോണയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് ഒരു കോള് വരുന്നുണ്ട്. വൈഷ്ണവി മറ്റൊരു കൊറോണ പേഷ്യന്റിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും കൊറോണ സ്ഥിരീകരിക്കാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നു. അത് ആഷിക്കാണെന്നും പറയുന്നു. അവർ രണ്ടുപേരും സിനിമാ തിയേറ്ററിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് ആഷിക്ക് സമ്മതിച്ചുവെന്നും ആ കോളിന്റെ അപ്പുറത്തു നിന്നും കേൾക്കുന്നു. ഇത് കേട്ടതും സുമ ദേഷ്യത്തോടെ വൈഷ്ണവി അടിക്കാൻ വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ കയറി വാതിലടയ്ക്കുന്നു. ഇവിടെ ഗോപിക്ക് കൊറോണയാണെന്ന് മനസ്സിലാക്കിയ ജലാലാകട്ടെ അവനെ റൂമിന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരും വേലി വലിച്ചു കെട്ടിയ ശേഷം ഇതിന് പുറത്തേക്ക് നീ വരാൻ പാടില്ലെന്നും നിനക്കുള്ള ആഹാരം അവിടേക്ക് കൊണ്ടുതരുമെന്നും അയാൾ പറയുന്നുണ്ട്. ഗോപിക്ക് സുഖമില്ലാതായതോടുകൂടി ജലാലാകട്ടെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുന്നു. ആഹാരം പോലും അയാൾക്ക് തന്നെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ അയാൾ എത്ര ശ്രമിച്ചിട്ടും മര്യാദയ്ക്ക് ഒരു ബുൾസെ ഉണ്ടാക്കാനോ ചപ്പാത്തി ഉണ്ടാക്കാനോ അയാളെ കൊണ്ട് സാധിച്ചില്ല. മോമ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴാകട്ടെ ഫ്രൂട്ട്സ് കൊണ്ടു കൊടുക്കുമായിരുന്നു. അതൊക്കെയാണ് അയാൾ ഗോപിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ദിവസങ്ങൾ പോകുന്തോറും ഗോപി രോഗവിമുക്തനായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും ജലാല് മര്യാദയ്ക്ക് ബുൾസെ ഉണ്ടാക്കാനോ റൊട്ടി ഉണ്ടാക്കാനോ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ ഈ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നിയ ഗോപിയാകട്ടെ പണ്ട് പോളിടെക്നിക്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചെടുത്ത് യൂട്യൂബിലും കൂടെ നോക്കിയ ശേഷം
ശേഷം ചപ്പാത്തി പരത്താനും ബുൾസൈ പൊട്ടിക്കാനും പറ്റിയ 2 യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. അതവൻ ജലാലിന് കൊടുക്കുകയും അതുപയോഗിച്ച് അയാളുടെ ജോലി ഈസിയായി മാറുകയും ചെയ്യുന്നു. അയാൾക്ക് ഗോപിയോടുള്ള ദേഷ്യമൊക്കെ മാറി പതിയെ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒഴിവ് സമയങ്ങളിലൊക്കെ ജലാൽ മോമയുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. രോഗവിമുക്തനായി കഴിഞ്ഞപ്പോഴാകട്ടെ ഗോപിയും ജലാലിന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ അവരുടെ സൗഹൃദം വളർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രി അവിടേക്ക് വലിയ വണ്ടിയിൽ കുറെ ആൾക്കാർ വരുന്ന കണ്ടിട്ട് ജലാല് അവനോട് ഇവിടെ നിന്നും ഇറങ്ങി ഓടാൻ പറയുന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള റൂമിൽ അവനെയും ഷേർഖാനെയും പൂട്ടിയിട്ട ശേഷം നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കണമെന്നും പുറത്തു വരാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. ജലാല് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ ഫാമിന്റെ ഉടമയായ അറബാബിന്റെ സഹോദരനും കൂട്ടാളികളുമായിരുന്നു അത്. പ്രശ്നക്കാരായ അവരെ ഈ പ്രോപ്പർട്ടിയിൽ കടത്തരുതെന്ന് അറബാബ് നേരത്തെ തന്നെ ജലാലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജലാൽ അവരെ തടയുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അവര് ജലാലിനെ അടിച്ചിട്ട് അതിനുള്ളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിന്ന ഗോപിക്ക് സഹിച്ചില്ല. അവനും ഇറങ്ങി വന്ന് അവരെ എല്ലാം അടിച്ചു തുരത്തുന്നു. അങ്ങനെ 2 പേരും ചേർന്നിട്ട് അവരെ അവിടെ നിന്നും അടിച്ചോടിക്കുകയാണ്. ആ സംഭവത്തോടെ അവരുടെ ഉള്ളിലുള്ള സ്നേഹം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നാട്ടില് ഐഷുമയുടെ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നതാണ് കാണിക്കുന്നത്. ഐഷുമയുടെ മകൻ ഷമീർ ആകട്ടെ IS-ൽ ചേർന്നു എന്നുള്ള വാർത്തയാണ് ആ നാട്ടുകാരെ അന്ന് ഞെട്ടിച്ചത്. ഐഷുമ ആകെ തകർന്നു പോയിരുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ സുമ ഗോപിയെ വിളിച്ച് പറയുന്നു. ഫോൺ കോൾ വന്നതും ഇതെല്ലാം കേട്ടതും ഗോപി ആകെ ദേഷ്യത്തിലും വിഷമത്തിലുമായിരിക്കുന്നത് ജലാലി ശ്രദ്ധിക്കുന്നുണ്ട്. ജലാല് കാര്യം അന്വേഷിക്കുമ്പോൾ അവൻ ആദ്യം ഒന്നുമില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ പാവപ്പെട്ട ചെറുപ്പക്കാരെ IS-ൽ ചേർക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങളൊക്കെയല്ലേ ചെയ്തു കൊടുക്കുന്നതെന്നും അവൻ ദേഷ്യത്തോടെ പറയാൻ തുടങ്ങി. എന്നാൽ ഇത് കേട്ട് ജലാലിന് സങ്കടമാകുന്നു. ഞങ്ങളൊന്നും ഇതിനകത്തില്ലെന്നും ഇതുപോലെ കുറച്ച് ആൾക്കാരാൽ എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടുവെന്നും അയാൾ പറയുന്നുണ്ട്. എനിക്കൊരു മകനും മകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പലയിടങ്ങളിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടഞ്ഞു വെച്ചിരുന്നു. ഞാനെന്നാൽ അതൊന്നും വകവയ്ക്കാതെ എന്റെ മകളെ സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചു. പലരും ഇതുപോലെ പെൺകുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഇതുപോലുള്ള ടെററിസ്റ്റുകളുടെ അറ്റാക്ക് അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ ബോംബിടുകയും അതിലെന്റെ മകൻ മരിക്കുകയും ചെയ്തു. തലനാരിഴയ്ക്കാണ് എന്റെ മകൾ രക്ഷപ്പെട്ടത്. അവളെ നന്നായിട്ട് പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ജലാലിന്റെ സ്റ്റോറി കേട്ടതും ഗോപിക്ക് ഒരുപാട് വിഷമമായി. അയാളോട് അങ്ങനെയൊക്കെ മോശമായി പെരുമാറിയതിന് അവൻ ക്ഷമയും ചോദിക്കുന്നുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ജലാലിന് അയാളുടെ മകളുടെ കോള് വരുന്നു. അവള് 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിച്ചിരിക്കുകയാണ്. 3 വർഷമായി ജലാല് നാട്ടിൽ പോയിട്ട്. അവളുടെ ആഗ്രഹം അയാൾ നാട്ടിലേക്ക് ചെല്ലണമെന്നായിരുന്നു. ഗോപി അയാളോട് നിർബന്ധിക്കുന്നുണ്ട് ഇത്തവണയെങ്കിലും നാട്ടിലേക്ക് പോകണമെന്ന്. മകൾക്ക് കൊടുക്കാൻ അയാൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളായിരുന്നു ആ പെട്ടി നിറയെ. അയാൾ അറബാബിനോട് പെർമിഷൻ ചോദിക്കുമ്പോൾ അയാൾക്ക് കുറച്ചു ദിവസത്തെ ലീവ് കിട്ടുകയും ചെയ്യുന്നു. ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻ ഒക്കെ കുറഞ്ഞു എന്ന് മോമോയും വന്ന് പറയുന്നതോടുകൂടി അയാൾ ഒരുപാട് സന്തോഷവാനാവുന്നു. കാരണം അയാൾക്കിനി കുറച്ചു ദിവസമെങ്കിലും നാട്ടിൽ പോയി വൈഫിനെയും മകളെയും കാണാം. ആ സന്തോഷത്തിൽ അവർ മോമയുടെ വണ്ടിയും എടുത്തിട്ട് പുറത്തു പോവുകയും ആഘോഷിക്കുകയും പാർട്ടി നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഗോപി എഴുന്നേറ്റ് നോക്കുമ്പോഴാകട്ടെ പുറത്ത് ബോധം കെട്ട് കിടക്കുന്ന ജലാലിനെയാണ് കാണുന്നത്. BP ലോ ആയിരിക്കുമെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാകുന്നു അയാൾക്കും കൊറോണ പിടിപെട്ടുവെന്ന്. തന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടും ഗോപി അയാളെ നല്ലപോലെ ശുശ്രൂഷിക്കുന്നു. അയാൾക്കാകട്ടെ പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് പോകണമായിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ എങ്ങനെ പോകുമെന്ന് ഗോപി ചോദിച്ചു. അതൊന്നും സാരമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റുമെന്നായിരുന്നു അയാളുടെ നിർബന്ധം. കൂട്ടിക്കൊണ്ടു പോകാൻ മോമ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കുറെ തവണ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ കാമുകയാണ് ഫോൺ എടുക്കുന്നത്. അവനും കൊറോണ പിടിപെട്ട് ICUവിലായിരുന്നു. അങ്ങനെ ഗോപി വേറൊരു വണ്ടി അറേഞ്ച് ചെയ്യുന്നു. ആ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിന്ന ജലാലാകട്ടെ പെട്ടെന്ന് അവശ നിലയിൽ കുഴഞ്ഞു വീഴുന്നു. ആ വണ്ടിയുടെ ഡ്രൈവർ പോലും പുറത്തേക്ക് ഇറങ്ങി വരാൻ കൂട്ടാക്കിയില്ല. അവൻ എങ്ങനെയൊക്കെയോ ജലാലിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി. പോകുന്ന വഴിയാകട്ടെ അയാൾ അവനോട് പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ മകളുടെ പഠിത്തം നിൽക്കാൻ പാടില്ല. അവൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നെ കിട്ടണം. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജലാല് മരണപ്പെട്ടിരുന്നു. അയാളുടെ മരണവിവരം അറിയിക്കാനും അയാളെ മകൾക്കായിട്ട് കരുതി വെച്ചിരുന്ന സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനുമാണ് അവനിപ്പോൾ പാകിസ്ഥാനിലേക്ക് വന്നിരിക്കുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സ് വെച്ചിട്ട് ജലാലിന്റെ വീട്ടിൽ അവൻ എത്തുന്നു. ജലാലിന്റെ വൈഫിന് ഗോപിയെ കണ്ടതും മനസ്സിലായി. കാരണം ജലാല് അത്രയധികം ഗോപിയെ കുറിച്ച് അവരോട് സംസാരിച്ചിരുന്നു. തന്റെ മകനെ പോലെയാണ് ജലാല് ഗോപിയെ കണ്ടിരുന്നത്. അവരുടെ സംസാരമെല്ലാം കേട്ടിരുന്നെങ്കിലും അവൻ ജലാല് മരിച്ച വിവരം അവരെ അറിയിച്ചില്ല. ആ സമയത്താണ് അയാളുടെ മകൾ ദുവ അവിടേക്ക് വരുന്നത്. താൻ കുറെ തവണ വിളിച്ചിട്ടും ഉപ്പ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടാതെ താൻ പോവുകയാണെന്ന് പറഞ്ഞിറങ്ങുന്നു. ആ സമയത്ത് അവർ പറയുന്നുണ്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, നാളെ ഇവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന്. ഇത് കേട്ട് അവൻ ഞെട്ടുന്നു. അവിടേക്ക് ജലാലിന്റെ വൈഫിന്റെ സഹോദരന്മാര് കൂടി വരുന്നുണ്ട്. ഇത്രയും ചെറിയ പെൺകുട്ടിയെ ഇത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കാൻ പാടില്ല എന്നും അവളെ പഠിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഗോപി അവിടെ ബഹളമുണ്ടാക്കുന്നുണ്ട്. ദുവയ്ക്കും തുടർന്ന് പഠിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ജലാലിന്റെ വൈഫിന്റെ സഹോദരന്മാരാകട്ടെ പ്രശ്നമുണ്ടാക്കുകയും അവനെ അവിടെ നിന്നും അടിച്ചോടി
ചോദിക്കുകയും ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ ദുവ അവനെ കാണാൻ വരുന്നുണ്ട്. എന്റെ ഉപ്പയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ഉപ്പ മരിച്ച വിവരം അവൻ ദുവയെ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് തുടർന്ന് പഠിക്കാനും അതാണ് ഉപ്പയുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പുസ്തകങ്ങൾ അവൾക്ക് സമ്മാനമായി നൽകുന്നു. അവിടെ നിന്നും പോകാൻ നേരം സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് ദുവ അവനെ കണ്ടു തുടങ്ങിയത്. പിന്നീട് കാണിക്കുന്നത് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു വിദ്യാർത്ഥിയായിട്ട് ദുവ നിൽക്കുന്നതും അവരെല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ സംസാരിക്കുന്നതുമാണ്. തനിക്ക് ഇതിനെല്ലാം ധൈര്യം തന്ന തന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന തന്റെ ആ സഹോദരനെ പറ്റിയും അവൾ പറയുന്നുണ്ട്. അത് ഗോപിയെ പറ്റിയായിരുന്നു. കാരണം ഗോപി അവിടെ നിന്നും പോയ ശേഷം സ്വന്തമായിട്ടൊരു ഫാം ആരംഭിക്കുകയും മറ്റൊരു നാട്ടില് അവന്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തിരുന്നു. പണ്ടവൻ ഒന്നും അറിയാതെ ജലാലിന്റെ അടുത്തേക്ക് ജോലിക്ക് വന്നതുപോലെ അവന്റെ അടുത്തേക്കും ആളുകൾ ജോലിക്ക് വരാൻ തുടങ്ങിയിരുന്നു. അതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.